ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു V4 സിവിൽ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി നമ്മളടുത്ത് നമുക്കറിയാൻ സ്വാഭാവികമായിട്ടും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഇനേർഷ്യ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ ടു മൊമെൻറ്റ്, അല്ലെങ്കിൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടേമിൽ പറയുകയാണെങ്കിൽ ബെൻഡിങ്, റൊട്ടേറ്റ്, ഇതിനൊക്കെ ചെയ്യാനുള്ള ഒരു ഇനേർഷ്യയാണ് ആക്ച്വലി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അല്ലേ. സ്വാഭാവികമായിട്ടും സെൻട്രോയിഡ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും അല്ലേ. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ നമുക്ക് ബീംസ് ബെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്നത് ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. റൊട്ടേഷണൽ ആസ്പെക്റ്റുകൾ വരുമ്പോൾ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്വാഭാവികമായിട്ടും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ഇനി നമ്മൾ ഏത് ടേമുകൾ കോയിൻ ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ വേറെ വേറെ പേരുകൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം അല്ലേ. ഇറ്റ് ഈസ് എ സെക്കൻഡ് മൊമെൻറ്റ്. Second moment. Second moment. Second moment. അല്ലെങ്കിൽ moment of moment. Moment of moment. ഓക്കെ, ഇത് നമ്മൾ ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ, മൊമെൻറ്റ് ഓഫ് ഏരിയ എന്ന് വരും. ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ മാസിന് പറയുമ്പോൾ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് മാസ് അല്ലേ, മൊമെൻറ്റ് ഓഫ് മാസ്. ഓക്കെ, ഇങ്ങനെ അല്ലെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വീണ്ടും മൊമെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇതാണ് സെക്കൻഡ് മൊമെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റ് എന്നുള്ള ടേമാണ് ഇതിന് കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്ച്വലി ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു ബീമുണ്ട്. ഓക്കെ, നമ്മളെ കയ്യിലൊരു ബീമുണ്ട്. നമുക്ക് ബീംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണല്ലോ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീംസിലോട്ട് തന്നെ കിടക്കാം. ഒരു ബീമുണ്ട് എൻ്റെ കയ്യിൽ. ഒരു ബീം, എനിക്ക് ഈ ബീമിനെ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ് ആക്ച്വലി ഇത്, ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തു, പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സപ്പോർട്ട്. ഞാൻ ഈ ബീമിനെ പ്ലേസ് ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷനെ തിരിച്ചു വെച്ചു. ഓക്കെ, തിരിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. എൻ്റെ സപ്പോർട്ട് അറ്റ് പ്രസൻറ്റ് ഇവിടെയാണ്. ഓക്കെ, അതായത് ഒരു ബീമിനെ ഞാൻ രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്തു. സെയിം ക്രോസ് സെക്ഷനാണ്, സെയിം ലെങ്ത് ആണ്. ഒന്നിനെ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ. ഓക്കെ, മറ്റേ കേസിലോ നമ്മൾ വിഡ്ത്ത് കുറവാണ്. ഓക്കെ, വിഡ്ത്ത് കുറവാണ്. ഈ കേസിൽ വിഡ്ത്താണ് കൂടുതൽ. അങ്ങനെയാണ് പ്ലേസ് ചെയ്തത്. ഇവിടെ ഈ കേസിൽ ഡെപ്താണ് കൂടുതലുള്ളത്, ഈ കേസിൽ വിഡ്ത്താണ് കൂടുതൽ. ഓക്കെ, ഡെപ്തും വിഡ്ത്തും നമ്മൾ ഇൻ ദ സെൻസ് നമ്മൾ ഈ ഡയറക്ഷനിലെല്ലാം വിഡ്ത്തും ഈ ഡയറക്ഷനിലെല്ലാം ഡെപ്തും പറയും. ഓക്കെ, ഇതിന് ഏതൊരു ബീമിനായിരിക്കും, എല്ലാം സെയിം ക്രോസ് സെക്ഷനാണ്, സെയിം ലെങ്ത് ആണ്. നമുക്കറിയാം ഏത് ബീമായിരിക്കും റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവ്, ബെൻഡ് ചെയ്യാൻ അതാണ് നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റ് ടേം ഉപയോഗിക്കാൻ. ഓക്കെ, ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവ് ഏതിനായിരിക്കും നോക്കാം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വെച്ചൊരു ബീം ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. നമുക്ക് ബൈ കോമൺ സെൻസ് നമുക്കറിയാം അത് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അല്ലേ. ഈ ബീം ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഇത് അത്ര ബെൻഡ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? ഡെപ്ത് ഇത്തിരി കൂടുതലാണ് അല്ലേ. ക്രോസ് സെക്ഷൻ കുത്തനെയാണ് വെച്ചത്, ഇത് നേരെയാണ് വെച്ചത് അല്ലേ. ഓക്കെ, ഇതിന് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഇത് എന്ത് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്, ഇതിന് കൂടുതലാണ്. ഓക്കെ, ടെൻഡൻസി കുറവുള്ളത് ഏതാണ്? ഇത്. അപ്പോൾ അതിനെന്ത് പറയാം?
അതിന് ഇനേർഷ്യയാണ്, മൊമെൻറ്റിനുള്ള ഇനേർഷ്യ കൂടുതലാണ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അതിന് കൂടുതലാണ്. എങ്ങനെ കൂടുതലായി എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് ഡെഫിനേഷൻ വൈസ് നോക്കാം. ഓക്കെ, എന്താ നോക്കാം. ഈ രണ്ട് കേസ് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ എന്താണ് കാരണം നോക്കാം. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാരണം എന്താ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോയിന്റ്. Relative, it is relative with respect to an axis. It is the relative distribution of points with respect to an axis. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടുള്ളത്, ആക്സിസിനെ ബേസ് ചെയ്ത്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് പോയിന്റ്സ് എല്ലാം എങ്ങനെയാണ് റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് എങ്ങനെയാണെന്നുള്ളതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ പറയുന്നത്. അപ്പോൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പോയിന്റ്സ് അകലെയാണ് കിടക്കുന്നതെങ്കിൽ അതിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇത്തിരി കൂടുതലാണ്. ആ ആക്സിസിനെ ബേസ് ചെയ്ത് എടുക്കുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇത്തിരി കൂടുതൽ, അടുത്താണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. എത്രത്തോളം എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി എന്താണ് ആക്സിസ്? ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ബെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിലുള്ള ടെൻഡൻസി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് കേസിലും ബീം ബെൻഡ് ചെയ്യുന്ന ഒരു ആക്സിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ സെൻറ്ററിലൂടെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ഒരു ആക്സിനെ ബേസ് ചെയ്തിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ, ഈ ക്രോസ് സെക്ഷൻ്റെ ഈ സെൻറ്റർ തൊട്ട് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ സെൻറ്റർ വരെ ഇങ്ങനെയുള്ള ഒരു ആക്സിസിലാണ് ഈ ബീം ബെൻഡ് ചെയ്യുന്നത് അല്ലേ. ഈ ആക്സിസ് ഓഫ് ബെൻഡിങ് ഇങ്ങനെയാണ്. ഓക്കെ, ഈ രണ്ട് കേസിൽ നോക്കുക. ഒരു കേസിൽ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്, ഒരു കേസിൽ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്. രണ്ടിലും ക്രോസ് സെക്ഷൻ്റെ ഏരിയ സെയിം ആണ് അല്ലേ. ദെൻ ആക്സിസ് നോക്കാം, നമുക്ക് ആക്സിസ് നോക്കാം. രണ്ടിലും ഇതാണ് ആക്സിസ്, ബെൻഡിങ് ആക്സിസ്. എന്താ വ്യത്യാസം? ഇവിടെ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പോയിന്റ്സ് ഇതിലുള്ള ഏരിയ അല്ലെങ്കിൽ ഇതിലെ പോയിന്റ്സ് എന്ന് പറയാം. പോയിന്റ്സ് ഇൻ ദ സെൻസ് ഏരിയ ആണോ ഉദ്ദേശിച്ചത്? ഏരിയ എങ്ങനെയാണ്? ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ഏരിയകളെല്ലാം ഈ ആക്സിസിനോട് അടുത്താണ് കിടക്കുന്നത് അല്ലേ. ഈ ആക്സിസിനോട് അടുത്താണ് കിടക്കുന്നത്. എന്നാൽ ഈ കേസിൽ നോക്കുക, ഈ കേസിൽ എന്താണ്? ഈ കേസിൽ ഈ പോയിന്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ എല്ലാം ഈ ആക്സിസിൽ നിന്നും വിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എൻ സ്പെഷ്യൽ ആക്സിസ് റെസ്പെക്ട് ടു എൻ ആക്സിസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഈ ക്രോസ് സെക്ഷൻ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടുത്തെ ബെൻഡിങ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ പോയിന്റ്സ് എല്ലാം വിട്ടാണ് കിടക്കുന്നത്. സോ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായിരിക്കും. എന്താണ് കാരണം? ഈ ആക്സിസിൽ ഇതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ രണ്ടും ഒരേ ആക്സിസാണ്. ഈ ആക്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ കേസിലാണ് ഏരിയ കൂടുതൽ വിട്ട് കിടക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര അകലത്തിലാണ്, അതിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. അപ്പോൾ കോമൺ സെൻസിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വെക്കുമ്പോഴും ഈ ക്രോസ് സെക്ഷൻ ഒരു ബീം ഇങ്ങനെ കടത്തി വെക്കുമ്പോഴും ഇങ്ങനെ കുത്തനെ വെക്കുമ്പോഴും ബെൻഡിങ് കൂടുതൽ ഇതിനാണ്. ബെൻഡിങ് കൂടാന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയുക. മൊമെൻറ്റിനുള്ള ഇനേർഷ്യ കുറയാന്ന് പറഞ്ഞാൽ ആൾക്ക് മടിയില്ല ബെൻഡ് ചെയ്തോളും. ഈ കേസിലോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആൾക്ക് ഇനേർഷ്യ കൂടുതലാണ്, മൊമെൻറ്റിനുള്ള ഇനേർഷ്യ കൂടുതലാണ്, ബെൻഡ് ചെയ്യാനുള്ള ഇനേർഷ്യ കൂടുതലെന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാൾ മടിയാനാ. സോ ഇത് അത്ര
ബെൻഡ് ചെയ്യില്ല. അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ദി ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഏരിയ. ഇവിടെ മൊമെൻ്റ് ഓഫ് ഏരിയനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദി ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഏരിയ വിച്ച് shows how the points are distributed with respect to an axis. Which shows how points are distributed with respect to an axis. How points are distributed with respect to an axis. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പോയിന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ രണ്ടിലും ലെങ്ത് സെയിം ആണ്, ഏരിയ സെയിം ആണ് രണ്ട് ബീമിലും. എന്താ വ്യത്യാസം വന്നത്? നമ്മൾ വെച്ച പൊസിഷൻ അല്ലേ, ആ ജോമെട്രി വ്യത്യാസം വന്നു, ക്രോസ് സെക്ഷൻ്റെ പൊസിഷൻ വ്യത്യാസം വന്നു. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ ആക്സ്. അപ്പോൾ ബെൻഡിങ് ആക്സിൽ നോക്കുമ്പോൾ പോയിന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി മാറി, ബെൻഡ് ചെയ്യും അല്ലേ. ഇവിടെ ഏരിയയിലുള്ള പോയിന്റ്സ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അകലത്തിലാണ്. ഇവിടെയോ എല്ലാം ആക്സിസിനോട് അടുത്താണ്. ആക്സിസിനോട് അടുത്താകുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നതുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ബെൻഡ് ചെയ്യും, ആൾ സുഖമായിട്ട് ബെൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ഒന്ന് നോക്കാം. ഇൻ്റഗ്രൽ ഫോം ഓക്കെ, നമുക്ക് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മളൊരു ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ എ ഉള്ള ഒരു എലമെൻറ്റ്. ആസ് യൂഷ്വൽ നമ്മൾ ഇതിലൊരു ചെറിയ ഒരു ഏരിയ എടുത്തു, ഡി എ. ചെറിയ ഏരിയൻ്റെ ഏരിയയാണ് ഡി എ. ഓക്കെ, ഈ ഡി എയിലോട്ട് വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? എക്സ്. കാരണം ഈ ഡിസ്റ്റൻസ് എക്സ് ഡയറക്ഷനിലോട്ടാണ് അല്ലേ. ഈ ഡി എയിലോട്ട് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വൈ. ഓക്കെ, ഇത് എക്സ് വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ് എക്സ്, എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ് വൈ. ഇങ്ങനെയാണെങ്കിൽ ഐ എക്സ് എക്സ് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ എന്താണ്? ആക്സിസ് സ്പെസിഫൈ ചെയ്യണം. ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ആക്സിസിനെ ബേസ് ചെയ്തിട്ട് പോയിന്റ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്സിസ് മസ്റ്റാണ്. നമുക്ക് ബെൻഡ് ചെയ്യുന്ന ഒരു ആക്സിസ് മസ്റ്റാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ ആക്സിസിനെ ബേസ്, ആക്സിസ് മാറുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും അല്ലേ. ഇപ്പം നമ്മൾ ബീം അങ്ങനെ ബെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ആക്സിസിലാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലേ. ഇപ്പോൾ ഈ ഒരു സാധനത്തിനെ ഞാൻ ബെൻഡ് ചെയ്യാം, എൻ്റെ ആക്സിസ് ഇതാവുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യും. എൻ്റെ ആക്സിസ് ഇതാണെങ്കിലോ തിരിച്ച് ഡയറക്ഷൻ മാറും. ഓക്കെ, ബെൻഡിങ്ങിൻ്റെ ഡയറക്ഷൻ ഇത് ഇങ്ങനെയായി മാറും, മറ്റേത് ഇങ്ങനെയുള്ളത് ഇങ്ങനെയായി മാറും. ഓക്കെ, അങ്ങനെയാണ് ആക്സിസ് മാറുന്നതനുസരിച്ച് ബെൻഡിങ് മാറും. സോ ആക്സിസ് പറയൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ എക്സ് എക്സ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ്. ആക്സിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? വൈ. സോ വൈ സ്ക്വയർ ഡി, ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഡി എ നമ്മൾ ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റലാണ്. സോ വൈ സ്ക്വയർ ഡി എ. സോ സ്വാഭാവികമായിട്ടും ഐ വൈ വൈ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഇതുകൊണ്ടാണ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞത്. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ നമ്മൾ സെൻട്രോയിഡിനെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ഇല്ല. അവിടെ വൈ ഡി എ ആണെങ്കിൽ ഇവിടെ വൈ സ്ക്വയർ ഡി എ എക്സ് സ്ക്വയർ ഡി. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ എക്സ് എക്സ് വിൽ ബി ഈക്വൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി. സോ വൈ സ്ക്വയർ ഡി എ ആൻഡ് ഐ വൈ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഓക്കെ, ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ആക്സിസിനെ ബേസ് ചെയ്തു. ആക്സിസിന് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു, ആക്സിസ് പറയണമെന്ന് പറഞ്ഞു അല്ലേ. നമ്മളൊരു ഷേപ്പ് എടുക്കുകയാണ്, ഒരു ബേസിക് ഷേപ്പ് റെക്റ്റാങ്കുലർ. ഞാൻ അതിൻ്റെ ഇക്വേഷനിലോട്ടല്ല കിടക്കുന്നത്. ഓക്കെ, ഇതിന് ഈ ഒരു പ്ലെയിനിൽ രണ്ട് ആക്സിസ് ഉണ്ടാവില്ല. നമ്മൾ ജനറലി പറയുന്ന വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ ആക്സിസ് അല്ലേ. ഓക്കെ, എക്സ് എക്സ് ആൻഡ് വൈ വൈ ആക്സിസ്.
പ്ലെയിനിൽ എന്തുണ്ട്? 2 ആക്സിസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി ഇതിന് മൂന്നാമതൊരു ആക്സിസ് കൂടെ ഉണ്ട്, നമുക്കറിയാം ഇസഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഈ 3 ആക്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയും. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന സിംപ്ലി പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ ഒരു പ്ലെയിനിൻ്റെ ആ പ്ലെയിനിൽ തന്നെയുള്ള ആക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഉദാഹരണത്തിന് എക്സ് ആൻഡ് വൈ ആക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെയാണ് നമ്മൾ നോർമലി സിംപ്ലി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാറ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും. ഈ എക്സ് ഡയറക്ഷൻ്റെയും വൈ ആക്സിൻ്റെയും പ്രത്യേകത എന്താ? ഇത് ഈ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ക്രോസ് സെക്ഷൻ്റെ സെയിം പ്ലെയിനിൽ തന്നെയാണ് എക്സ് ആക്സിസും വൈ ആക്സിസും കിടക്കുന്നത്. ഓക്കെ, ഇനി അതിനെയാണ് സിംപ്ലി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം അടുത്ത ടേം ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ യൂഷ്വലി നൊട്ടേറ്റ് ചെയ്യുന്നത് ജെ എന്ന ലെറ്ററാണ് അല്ലേ? ജെ എന്ന ലെറ്ററാണ്. ഓക്കെ, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? ഇതിൻ്റെ ഇസഡ് ആക്സിസ്. ഓക്കെ, ഇസഡ് ആക്സിൽ വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് എന്ത്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇസഡ് അതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇത്രയേ ഉള്ളൂ. IXX and IYY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ്റെ സെയിം പ്ലെയിനിലുള്ള ആക്സിസ്. IZZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആക്സിസ്. അതാണ് എന്ത് പറയുന്നത്? പോളാർ. അതിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് എന്ത്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ ആണല്ലോ. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ത് വരും? ഡയമെൻഷൻ എന്ത് വരും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ x² dA അല്ലേ? x² dA. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ വിൽ ബി മീറ്റർ സ്ക്വയർ അല്ലേ? ഏരിയൻ്റെത് വീണ്ടും മീറ്റർ സ്ക്വയർ. സോ യൂണിറ്റ് വിൽ ബി മീറ്റർ റൈസ് ടു 4. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെതും അത് തന്നെയാണ്. ആക്സിസ് മാറുന്നേ ഉള്ളൂ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ്. യൂണിറ്റ് വിൽ ബി മീറ്റർ റൈസ് ടു 4. ഇനി എന്താണ് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? ഇതിൻ്റെ യൂസ് എന്താ? ഓക്കെ, നമുക്കറിയാം ഫ്ലെക്സറൽ ഫോർമുല ആൻഡ് ടോർഷണൽ ഇക്വേഷൻ. ഇതൊക്കെ നമുക്കറിയാവുന്ന അല്ലേ? ടോർഷണൽ ഇക്വേഷൻ. ഓക്കെ, ഇനി എന്താണ് ഈ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരുന്നത്? നമുക്കറിയാം M/I = F/y = E/r. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ പറയുന്ന ഇക്വേഷനാണ്. ഇവിടെ ഉപയോഗിച്ചുള്ള ടേം ഏതാണ്? I ആണ് അല്ലേ? ഇവിടെ ഉപയോഗിച്ചുള്ള ടേമാണ് I. ഈ സിംപ്ലി നമ്മൾ I എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതും ഏത്? XXO YYO അതേ പ്ലെയിനിലുള്ള ആക്സിലുള്ളതാണെന്ന് നമ്മൾ പറയുന്നത് അല്ലേ? I. സോ ഇറ്റ് ഈസ് എൻ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബീംസിൻ്റെ ബെൻഡിങ്ങിൻ്റെ കേസിൽ ഉപയോഗിക്കുന്ന I ആണ്. സോ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഗീവ്സ് അബൌട്ട് എൻ ഐഡിയ അബൌട്ട് ബീംസ് റെസിസ്റ്റൻസ് ഇൻ ബെൻഡിങ്. ബീമിൽ ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ആരാണ്? അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുന്നത് ആരാണ്? ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഇൻ ബെൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. F = M/I × Y. F = M/I. ബെൻഡിങ് സ്ട്രെസ് കൂടണം എന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്ക് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ആൾക്ക് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അവിടെ ഇനേർഷ്യയാണ് കൂടുതൽ, ജഡത്വമാണ് കൂടുതൽ. ജഡത്വം കൂടുമ്പോൾ മടിയനാവും. ബെൻഡ് ചെയ്യാൻ ടെൻഡൻസി കുറവാണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ബെൻഡിങ് സ്ട്രെസ് സ്വാഭാവികമായിട്ട് കൂടും. ഐൻ്റെ വാല്യൂ കൂടുമ്പോൾ എഫിൻ്റെ വാല്യൂ കുറയും. ബെൻഡിങ് ഉണ്ടാവില്ല. ബെൻഡിങ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബെൻഡിങ്ങിൻ്റെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും കുറയും. അതാണ് ഈ I എന്ന് പറയുന്ന ടേമാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്? ബീംസ് റെസിസ്റ്റൻസ് ഇൻ ബെൻഡിങ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ആൾക്ക് എന്താണ്?
കൂടുതലുള്ള ഒരു ബീമാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് ലെസ്. ബെൻഡിൽ കുറവായിരിക്കും, കുറവുള്ള ആൾക്കോ കൂടുതൽ ബെൻഡാവും. അപ്പോൾ ഈ ബെൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ആരാണ്? ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ നമ്മളെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയെ നമുക്ക് അടുത്ത ഇക്വേഷൻ അറിയാം. എന്ത്? ടോർഷണൽ ഇക്വേഷൻ. ടോർഷണൽ ഇക്വേഷൻ എന്താ? T/J = N(θ/L) = τ/r. T/J = N(θ/L) = τ/r. ഇതെല്ലാം നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കും. T/J = N(θ/L) = τ/r. എന്താ? T എന്താ? ടോർക്ക്. N എന്താ? ഷിയർ മോഡുലസ്. θ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. L ലെങ്ത് എന്താ? ഇത് നമ്മൾ ഒരു യൂണിഫോം ബാറിന് ഡെവലപ്പ് ചെയ്യുന്ന ടോർഷൻ കാരണം ഉണ്ടാകുന്ന ടോർഷണൽ സ്ട്രെസ്സിൽ, ഒരു യൂണിഫോം ബാറിൽ നമ്മൾ കൊടുക്കുന്ന ടോർഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ടോർഷണൽ ഷിയർ സ്ട്രെസ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, എന്താ? ലെങ്ത്. ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ്, ടോർഷണൽ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ്. 6 റേഡിയസ്. ഓക്കെ, ഈ ഇക്വേഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ടേം ഏതാണ്? ഈ ഇക്വേഷനിൽ ഉപയോഗിച്ച ടേമാണ് J, polar moment of inertia. Polar moment of inertia. So polar moment of inertia gives beams resistance to torsion. Beams അല്ലെങ്കിൽ ബാർസ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ബാർസ് അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും റൗണ്ട് ബാർസ്. ഓക്കെ, അതിൻ്റെ റെസിസ്റ്റൻസ് ടു ടോർഷനെ കുറിച്ച് ഐഡിയ തരുന്നത് ആരാണ്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. പോളാർ moment of inertia. Polar moment of inertia. Okay. ഇനി polar moment of inertia gives about resistance towards torsion. ടോർഷനുള്ള റെസിസ്റ്റൻസ് പറഞ്ഞു തരുന്ന അതിൻ്റെ ഐഡിയ തരുന്ന ആരാണ്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ബീംസിൻ്റെ ബെൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ഐഡിയ, ബെൻഡിങ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ഐഡിയ തരുന്ന ആരാണ്? ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയി. ഇത്രയാണ് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, മാസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അതിനെ പറയുന്ന വേറൊരു പേരാണ് സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് മൊമെൻറ്റ്സ് അല്ലേ. എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിനെ ബേസ് ചെയ്ത് പോയിൻറ്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് അല്ലേ. നമ്മൾ ഇൻ്റഗ്രൽ ഫോം പറഞ്ഞു IX വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ y² dA, IY വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ x² dA. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എൻ്റെ ഉപയോഗമെന്ന് നമ്മൾ പറഞ്ഞു. ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അടുത്ത് പറഞ്ഞു പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആക്സിൽ വരുന്നതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. നോർമലി J എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. IZ ആണ് ആക്ച്വലി പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലേ. ഇനി ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഗിവ്സ് an idea about beams resistance to bending, and polar moment of inertia gives an idea about resistance to torsion. ഓക്കെ, അപ്പോൾ ഇതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ഏരിയ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടേമാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നോക്കാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ആണ്, അതായത് ഡിസ്റ്റൻസ് ആണ്, യൂണിറ്റ് മീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. റേഡിയസ് ഓഫ് ഗൈറേഷൻ നോർമൽ ഡിനോട്ട് R ഡിനോട്ട് ചെയ്യാറുണ്ട്, ദെൻ K ഡിനോട്ട് ചെയ്യാറുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ K ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ സംഭവം നോക്കാം. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒരു ബോഡി. ഓക്കെ, ഇതിന് ഞാനൊരു ആക്സിസിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയാണ്. ആക്സിസിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഏരിയ A ആണ്. ആക്സിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയാണ്. ഇതിനൊരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട് അല്ലേ. ഇതാണ് എൻ്റെ ആക്സിസ്. ഞാൻ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് ബി ബി എന്ന് പറയുന്ന ആക്സിസ്. ഓക്കെ, ഇതിലെ പോയിൻറ്റ്സ് എല്ലാം പലയിടത്താണ് അല്ലേ, പലയിടത്താണ്. അതിൻ്റെ ഒരു ആകത്തുകയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ബേസ്ഡ് ഓൺ ദിസ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ പറയുന്നത്. നമുക്കിത് റെഗുലർ ഷേപ്പ് അതുകൊണ്ട് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ഏരിയ എടുക്കണം, ഡിസ്റ്റൻസ് എടുക്കണം, എന്നിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഹോൾ ഏരിയയിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്നാലും നമുക്കിതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ ഒരു ആകത്തുക ഇക്വേഷനായിട്ട് പറയാൻ പറ്റും.
ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഞാൻ ഇതേ ഏരിയനെ ഒരു നെഗ്ലിജിബിൾ വിഡ്ത്ത് വളരെ കുറവായിട്ടുള്ള ഒരു സ്ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതേ ഏരിയ, സെയിം ഏരിയനെ തന്നെ നെഗ്ലിജിബിൾ വിഡ്ത്ത് ഇല്ലാന്ന് തന്നെ പറയാം. വിഡ്ത്ത് ഇല്ലാത്തൊരു ഏരിയനെ ഞാൻ ഇങ്ങനെ പരത്തി വെക്കുകയാണ്. ഈ ഏരിയനെ ഞാൻ ഇങ്ങനെ പരത്തി വെക്കും. കണ്ടീഷൻ എന്താ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു നെഗ്ലിജിബിൾ വിഡ്ത്തുള്ള ഒരു സ്ട്രിപ്പായിട്ട് ഈ ഏരിയനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു സ്ട്രിപ്പിലോട്ട് ഈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ, അല്ലെങ്കിൽ കെ ആർ, അല്ലെങ്കിൽ വേറെ പേരുകളുണ്ട്. വേറെ പേരുകൾ നോക്കാം. ഗൈ റേഡിയസ്, അല്ലെങ്കിൽ ഗൈറേഷൻ റേഡിയസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഏരിയ എടുത്തു, നമ്മളൊരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഇതിനൊരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി ഐ എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ഈ ഐ തന്നെ, ഈ ഒരു ഏരിയയിൽ ഞാൻ നെഗ്ലിജിബിൾ വിഡ്ത്ത് കൺസിഡറബിൾ അല്ലാത്ത ഒരു സ്ട്രിപ്പായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു ഈ ഏരിയനെ. സെയിം ഏരിയയാണ്. പ്രൊവൈഡഡ് ഈ ആക്സിനെ ബേസ്, സെയിം ബി എന്ന് പറയുന്ന ആക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിമാണ്, ഐയും മാറിയിട്ടില്ല എങ്കിൽ ആ സ്ട്രിപ്പിലോട്ടുള്ള ഈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ, അല്ലെങ്കിൽ ഗൈറേഷൻ റേഡിയസ്. ആർ ഓർ കെ ആണ് ഡിനോട്ട് ചെയ്യാറ്, ആർ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആർ വിൽ ബി, നമുക്ക് ഇക്വേഷൻ എഴുതാം. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ ഏരിയ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ ഏരിയ. ആർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ഐ ബൈ ഏരിയ. കാരണം ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ്. സോ ആർ വിൽ ബി ഈക്വൽ റൂട്ട് ഓഫ് ഐ ബൈ ഏരിയ. യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? റേഡിയസ് ആണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും, മീറ്റർ തന്നെ ആയിരിക്കും. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരു കൺസെപ്ച്വൽ വ്യൂ ആണ്. സെൻട്രോയിഡൊക്കെ നമ്മൾ പറയുന്ന പോലെ ഏരിയ ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ സെൻട്രോയിഡ്. അങ്ങനെ അസ്യൂം ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അസ്യൂംഡ് പോയിന്റ് ശരിക്കും ആക്ച്വലി അവിടെ ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊരു കൺസെപ്റ്റാണ്. ഇങ്ങനെ ഏരിയനോട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, സെയിം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയിരുന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് ഗൈറേഷൻ റേഡിയസ്. ഓക്കെ, ദെൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന തിയറാണ്. പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ കേസ് വെച്ചിട്ട് പറയുകയാണ് എളുപ്പം, ഒന്നുകൂടെ എളുപ്പം. ഓക്കെ, ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തു. ഇതിനെനിക്ക് രണ്ട് ആക്സിസുകൾ വരക്കാം അല്ലേ. ഒരു എക്സ് മേ ബി സംവാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ദി സെൻട്രോയിഡ് പാസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഓക്കെ, ആക്സിസ് വിചാരിക്കാം. ഓക്കെ, ഈ രണ്ട് ആക്സിസിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പോകുന്ന മൂന്നാമതൊരു ആക്സിസും നമുക്ക് വരക്കാം ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതാണ് ഇസഡ്. അതാണെന്ത്? ഇസഡ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് ഐ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഐ ഇസഡ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇവിടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഐ എക്സ് എക്സും ഐ വൈ വൈയും എന്ന് പറയുന്ന ആക്സിസുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. രണ്ടും ഒരേ പ്ലെയിനിലായിരിക്കണം. എന്ത്? കൺസിഡർ ചെയ്യുന്ന ലാമിനേൻ്റെ അല്ലെങ്കിൽ പ്ലെയിൻ ഏരിയയുടെ അതേ പ്ലെയിനിലായിരിക്കണം ഐ എക്സ് എക്സും ഐ വൈ വൈയും. കണ്ടീഷൻ 2 എന്താണ്? ഒരേ പ്ലെയിനിലായിരിക്കും. കണ്ടീഷൻ 1 എന്താണ്? രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. കണ്ടീഷൻ 2 രണ്ടും ഒരേ പ്ലെയിനിലായിരിക്കണം. ഓക്കെ, ഇനി ഐ സെഡിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ, ഐ സെഡ് എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ.
ആൻഡ് പാസിങ് ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് 2x and y ആക്സിസ്. രണ്ട് കണ്ടീഷൻ അവിടെയും വന്നു. എന്ത്? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ZZ. പിന്നെന്ത് വേണം? ഇത് എക്സ് ആൻഡ് വൈ ആക്സിന് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ IZZ ഈക്വൽ ടു IXX പ്ലസ് YYY അല്ലേ? ഈ IZZ എന്താ നമ്മളെ കേസിൽ പറയുകയാണെങ്കിൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ J ആണല്ലേ. ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിൽ വരുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഈ കേസിൽ അത് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരു പ്ലെയിനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം കൊണ്ടുള്ള ഉപയോഗം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം. ഈ പാരലൽ ആക്സിസ് തിയറം പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു ഒരു ഷേപ്പ് ഞാൻ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് വരയ്ക്കും. ഈ ഒരു ഷേപ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്സിസ്. നമ്മൾ ആക്സിസ് എവിടെയാണ് പറയുന്നത്? എനിക്ക് ഇവിടെ ആക്സിസ് എടുക്കാം, എനിക്ക് ഇങ്ങനെ ആക്സിസ് എടുക്കാം, ഇങ്ങനെ എടുക്കാം, എങ്ങനെയും എനിക്ക് ആക്സിസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ജോമെട്രിക്കലായിട്ടുള്ള ഒരു റെഗുലർ ഷേപ്പുള്ള ഒരു ബോഡീൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പറയുമ്പോൾ നമ്മൾ ആക്സിസ് ഏത് പറയും? ഓക്കെ, റെഗുലർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പറയുമ്പോൾ നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ട് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് പറയണം. എല്ലാ ആക്സിലെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനോ അതിൻ്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു പോയിന്റ് വേണം. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ജനറലി എന്തായിരിക്കും? അതിൻ്റെ സെൻട്രോയിഡിലൂടെയുള്ള ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി സെൻട്രോയിഡ്. നമുക്ക് ഈ ഒരു കേസിൽ സെൻട്രോയിഡ് ഇതാണെന്ന് വിചാരിക്കാം. ഞാൻ G എന്ന് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ സെൻട്രോയിഡ് സംവാട്ട് ഒരു പോയിന്റിലാണ്. ഈ സെൻട്രോയിഡിലൂടെ നമുക്ക് രണ്ട് ആക്സിസ് വരക്കാം. ഓക്കെ, സെൻട്രോയിഡിലൂടെ നമുക്ക് രണ്ട് ആക്സിസ് വരക്കാം. ഒന്ന് X ആക്സിസ്, അതുപോലെ തന്നെ Y ആക്സിസ്. രണ്ട് ആക്സിസ് ഈ ഒരു പ്ലെയിനിൽ നമുക്ക് വരക്കാം. രണ്ട് മാത്രമല്ല, മൂന്നാമതും വരക്കാം. എന്ത്? നമുക്ക് പോളാർ ആക്സിസ് വരക്കാം. ഓക്കെ, എനിവേ നമ്മൾ നോർമലി വരയ്ക്കുന്ന രണ്ട് ആക്സിസ് ഇതാണ്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന IGX ആൻഡ് IGY. സെൻട്രോയിഡിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ G എന്ന് ഡിനോട്ട് ചെയ്തത്. അത് സെൻട്രോയിഡിൽ തന്നെ രണ്ടെണ്ണം വരക്കാം. എക്സ് ആക്സിന് പാരലൽ എന്നുള്ള അർത്ഥത്തിലാണ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. IGX എന്ന് പറയുന്ന ആക്സിസും GY എന്ന് പറയുന്ന ആക്സിസും. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പറയുമ്പോൾ എപ്പോഴും എന്താണ്? ആക്സിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ബെൻഡിങ് ആൻഡ് റൊട്ടേഷൻ ആണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിൽ പറയുന്നത്. അപ്പോൾ ആക്സിസിൽ സ്പെസിഫൈ ചെയ്യൽ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോഡീൻ്റെ റെക്റ്റാങ്കിളിൻ്റെ BDQ/12 എന്ന് സിംപ്ലി പറഞ്ഞാൽ പോരാ. എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന വാല്യൂ ആണത്. നമ്മൾ അതിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇനി പാരലൽ ആക്സിസ് തിയറമാണ് നമുക്ക് പറയാനുള്ളത്. പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആക്സിസ് ആണ് ഇവിടെ പ്രശ്നക്കാരൻ വരിക. ഓക്കെ, ദെൻ പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറഗുലർ ഷേപ്പ് ഉണ്ട്. ആ ഇറഗുലർ ഷേപ്പിന് ഒരു സെൻട്രോയിഡ് ഉണ്ട്. It will be G. ഓക്കെ, ഇനി ഈ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ഞാൻ വരച്ചത്. ദെൻ ഓക്കെ, ആക്സ് വരച്ചു. ഇത് Y ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യാണ് IGY. ഈ ആക്സിസ് എന്താണ്? IGY ആണ്. എനിക്ക് ഈ ആക്സിന് പാരലായിട്ടുള്ള ഏതോ ഒരു ആക്സിസിൽ, ഏതോ ആയിക്കോട്ടെ, ആ ആക്സിസിലെ ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണണം. അത് കാണാനുള്ള വഴിയാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വേറൊരു ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഇതിന് പാരലായിട്ടൊരു ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ്. ഈ ആക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ബി H.
ഈ ഒരു ഷേപ്പ് ഇറഗുലർ ഷേപ്പിൻ്റെ ഏരിയ എ ആണെങ്കിൽ, ഈ ഒരു ഇറഗുലർ ഷേപ്പിൻ്റെ ഏരിയ എ ആണെങ്കിൽ പാരലൽ ആക്സിസ് പ്രകാരം ലെറ്റ് ഇറ്റ് ഈ ആക്സിന് നമുക്ക് പേര് കൊടുക്കണം അല്ലേ. ഞാനിതിന് എ ബി എന്ന് കൊടുക്കുകയാണ്. സോ അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം ഐ എ ബി ഇസ് ഈക്വൽ ടു ഐ ജി വൈ പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ആക്സിസ് അല്ലേ, എച്ച് സ്ക്വയർ. ഇതാണെന്ത് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ വേറൊരു ആക്സിസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ, വേറൊരു ആക്സിസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു അല്ലേ. എന്താണ്, ഒരു ബോഡി അതിൻ്റെ ഒരു സെൻട്രോയിഡൽ പോയിന്റിലൂടെയുള്ള വെർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള ഒരു ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ ജി വൈ. ആ ആക്സിസ് ആണ് ജി വൈ, അതിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ ജി വൈ. ഓക്കെ, ഇതിന് പാരലായിട്ട് വരുന്ന ഒരു എ ബി എന്ന് പറയുന്ന ആക്സിസ്, രണ്ട് ആക്സിസും തമ്മിൽ ഡിസ്റ്റൻസ് എച്ച് ആണ്. ഈ ഒരു റെഗുലർ ഷേപ്പിൻ്റെ ബോഡിയുടെ അല്ലെങ്കിൽ ഈ ബോഡിയുടെ ഏരിയ എന്ന് പറയുന്നത് എ ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി വിൽ ബി ഈക്വൽ ടു ഐ ജി വൈ പ്ലസ് ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ. അതാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ ഈ സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ വേറൊരു ആക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു പാരലൽ ആക്സിസ് തിയറത്തിന് ട്രാൻസ്ഫർ തിയറം എന്നുള്ള പേരും കൂടെ ഉണ്ട്. ട്രാൻസ്ഫർ തിയറം. ഓക്കെ, ട്രാൻസ്ഫർ തിയറം. ഓക്കെ ആണല്ലോ. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തിരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഐ ജി വൈയും ഐ എ ബിയും തമ്മിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ജി വൈ പ്ലസ് ഏരിയ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്, ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ ആണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് കുറച്ച് സ്റ്റാൻഡേർഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സെക്ഷനും റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, സെമി സർക്കിൾ തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ സെൻട്രോയിഡ് പഠിച്ച പോലെ തന്നെ ഇവിടെ കുറച്ച് ബേസിക് ഷേപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ നമുക്കറിയണം. അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ പറയുന്ന വാല്യൂസ് എല്ലാം അതിൻ്റെ സെൻട്രോയിഡൽ എക്സ് ആൻഡ് വൈ ആക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി കുറച്ച് ബേസിക് ഷേപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ റെക്റ്റാങ്കിൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡ്രോ ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. റെക്റ്റാങ്കിളിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ബിയും ഡെപ്ത് ഡിയും ആണെങ്കിൽ ഇവിടെ ജി എക്സ് ജി വൈ എന്ന് ഡിനോട്ട് ചെയ്യാനുള്ള കാരണം സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആൻഡ് വൈ ആക്സിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. സോ ഐ ജി എക്സ് വിൽ ബി ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12 ആൻഡ് ഐ ജി വൈ ഈസ് ഈക്വൽ ടു ഡി ബി ക്യൂബ് ബൈ 12. ഇതാണ് റെക്റ്റാങ്കുലറിൻ്റെ ഒരു ബി വിഡ്ത്തും ഡി ഡെപ്തും ഉള്ള റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അതാണ് പ്രത്യേകത. സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അതെന്തായിരിക്കും? എക്സും വൈയും ആക്സും. നമ്മൾ നോർമലി പറയുന്ന എക്സിന് പാരലായിട്ടുള്ള ആക്സും വൈന് പാരലായിട്ടുള്ള ആക്സും അത് ഏതിലൂടെ പാസ് ചെയ്യണം? സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യണം. അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഐ ജി എക്സ് വിൽ ബി ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12 ആൻഡ് ഐ ജി വൈ ഈസ് ഈക്വൽ ടു ഡി ബി ക്യൂ ബൈ 12. ഇത് കൃത്യമായിട്ട് ഐ ജി എക്സും ഐ ജി വൈയും മാറിപ്പോകാണ്ടിരിക്കാൻ നമ്മൾ ടേം പറയാറുണ്ടല്ലോ, ഒരു പഠിക്കാൻ എളുപ്പത്തിൻ്റെ ഒരു ഭാഗം പറയാറുണ്ട്. എന്താണ്? പെർപെൻഡിക്കുലർ ഡയമെൻഷൻ. ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷനാണ് ക്യൂബ് വരിക. ശ്രദ്ധിച്ചാൽ മതി. ജി എക്സ് ആകുമ്പോൾ ജി എക്സ് എന്ന് പറയുന്ന ആക്സിസ് ഇതാണ് അല്ലേ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ ഏതാണ്? ഡി ആണ്. സോ അതിനാണ് ക്യൂബ് വരിക. ഇനി ഐ ജി വൈ എടുക്കുന്ന കേസ് നോക്കുക. ഐ ജി വൈ എന്ന് പറയുന്ന ആക്സിസ് ഇതാണ്. ഈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ ബി ആണ്. സോ അതിനാണ് ക്യൂബ് വരിക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷനാണ് ക്യൂബ് വരിക. ഐ ജി എക്സ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12 ആൻഡ് ഐ ജി വൈ ഇസ് ഈക്വൽ ടു ഡി ബി ക്യൂ ബൈ 12. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ആയിരിക്കില്ല ചോദിച്ചത്, വേറെ ആക്സിസ് ആയിരിക്കും ചോദിച്ചത്. മേ ബി നോർമലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത്? അബൌട്ട് ബേസ്. എനിക്ക് ഈ ബേസിനെ ഈ ബേസ് ഇവിടെ ഉള്ള ഞാനിത് എക്സ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഈ ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. വളരെ ഈസിയാണ്. എങ്ങനെ ഉപയോഗിക്കാം?
അല്ലേ? നമുക്ക് ആദ്യം ഈ ആക്സിന് പാരലായിട്ട് ബേസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. ആ ആക്സാണ് എക്സ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയണം? ഈ ഡിസ്റ്റൻസ് അറിയണം അല്ലേ? നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയണം. എത്രയായിരിക്കും ഈ ഡിസ്റ്റൻസ്? കാരണം ഇത് സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്നതാണ്. നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് അറിയാം, d/2 b/2. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? d/2 അല്ലേ? സോ according to parallaxis theorem, Ixx will be equal to Igx plus area into distance in the square. Igx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Igx will be equal to bd³/12 അല്ലേ? bd³/12 നമുക്കറിയാം. പ്ലസ് ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ b into d. ഡിസ്റ്റൻസ് എത്രയാ? d/2. d/2ൻ്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു d²/4 അല്ലേ? സോ എന്ത് വന്നു? bd³/12 പ്ലസ് bd³/12 പ്ലസ് bd²/4 അല്ലേ? bd³/12 പ്ലസ് bd³/4 വന്നു അല്ലേ? എങ്ങനെ വരും? bd³ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 1/12 പ്ലസ് 1/4 എന്ത് വരും? bd³/1/12 പ്ലസ് 1/4 വിൽ ബി ഈക്വൽ ടു 1/3. എങ്ങനെ ചെയ്യാം? ഇതിനെ 4 കൊണ്ട് ഇതിനെ നമുക്ക് 12 ആക്കിയാൽ മതി അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലും താഴെ. അപ്പം എന്ത് വരും? bd³ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ 12 ആവും, മുകളിൽ 3 ആവും. 3 + 1 വിൽ ബി ഈക്വൽ ടു 4. 4/12 എന്ത് വരും? 4/12 will be equal to 1/3. So answer will be bd³/3. bd³/3. So ഒരു റെക്റ്റാങ്കിൾ വിഡ്ത്ത് b ആൻഡ് ഡെപ്ത് d ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ബേസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പാരലൽ ടു എക്സ് ആക്സിസ് കൂടി പറയണം. കാരണം ബേസിൽ പാസ് ചെയ്യുന്ന ഒരുപാട് ആക്സിൽ വരയ്ക്കാം, പിന്നെ വെർട്ടിക്കലായിട്ട് ഒരുപാട് ആക്സിൽ വരയ്ക്കാം. അതല്ല, പാരലൽ ടു എക്സ് ആയിട്ട് ആക്സ് വരുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിൽ ബി ഈക്വൽ ടു bd³/3. ഇവിടെ നമ്മളെല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യുക? ഒന്ന് ബൈഹാർട്ട് ചെയ്യുക, ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ബൈഹാർട്ട് ചെയ്യേണ്ടത് ഏതാണ്? സെൻട്രോയിഡിലുള്ളത് മാത്രം ബൈഹാർട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് അതും കൂടെ ബൈഹാർട്ട് ചെയ്യാം, ബെറ്റർ. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ bd³/12 db³/12 ഒക്കെ പറയുന്നത് എന്താണ്? സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്ന് മാത്രം. ഇതൻ നമ്മൾ അടുത്ത് പറയുന്നതാണ് സ്ക്വയർ ഈസിയാണ് അല്ലേ? ബിയും ഡിയും സെയിം ആകുമ്പോഴാണ് ഒരു സ്ക്വയർ ആകുന്നത്. റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആകുമ്പോഴാണ്. സോ bd³ എന്നുള്ളത് ബിക്കും ഡിക്കും എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a⁴/12 ഈസിയാണ്. a⁴/12 അത് തന്നെ നമ്മൾ ബേസിൽ വരുമ്പോൾ എന്താ വരും? a⁴/3 വരും. ഓക്കെ, സോ ഇതാണ് സ്ക്വയറിൻ്റെ കേസിൽ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സർക്കിൾ, സെമി സർക്കിൾ ആൻഡ് ക്വാർട്ടർ സർക്കിൾ. ഓക്കെ, സർക്കിൾ, സെമി സർക്കിൾ ആൻഡ് ക്വാർട്ടർ സർക്കിൾ. ഓക്കെ, ഇപ്പോൾ സർക്കിളിൽ നമുക്കറിയാം ഡയമീറ്റർ d ഉള്ളൊരു സർക്കിളാണ്. ഇവിടെ എല്ലാത്തിനും ഡയമീറ്റർ ഡിയും റേഡിയസ് r ആണ്. ഡയമീറ്റർ d ഉള്ള സർക്കിളാണ്. അതിൻ്റെ സെൻട്രോഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്സിസ് ആണ്, സെൻറ്റർ പോയിന്റ് ആണ് അല്ലേ? സെൻട്രോഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോയിന്റ് ആണ്. അതിലൂടെ പാസ് ചെയ്യുന്ന എക്സിന് പാരലായിട്ടുള്ള ആക്സ് ആണ് gx. സെൻട്രോഡിലൂടെ പാസ് ചെയ്യുന്ന y ഡയറക്ഷനിലുള്ള ആക്സ് ആണ് gy. ഓക്കെ, സോ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ Igx = Igy = π/64 d⁴. π/64 ഓക്കെ ആണല്ലോ? π/64 d⁴. ഇത് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. നമുക്ക് വേണ്ടത് എന്താണ്? സെമി സർക്കിളിൻ്റെ കേസ് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻട്രോയിഡിലൂടെയാണ്. നമുക്കിതിൽ ആക്സ് മാറാനുള്ള ചാൻസസ് കുറവാണ്, കാരണം സെൻറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെമി സർക്കിളിൻ്റെ കേസാണ്. സെമി സർക്കിൾ വരുമ്പോൾ ഓക്കെ, സെമി സർക്കിൾ ഒന്ന് നോക്കാം. സെമി സർക്കിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഇതാണ് സെൻട്രോയിഡ്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, റേഡിയസ് r ആണെങ്കിൽ 4r/3π. ഇതാണ് സെൻട്രോയിഡ്. ഓക്കെ, അപ്പോൾ
ഇതിൽ സെൻട്രോയിഡ് ആക്സിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ബേസിന് പാരലായിട്ട് അല്ലെങ്കിൽ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന സെമി സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഡയമട്രിക്കലായിട്ടുള്ള എക്സ് ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ചോദിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ സർക്കിളിൻ്റെ നേർ പകുതി വരുന്ന പോർഷൻസ് പകുതി വരുന്ന ആക്സുകൾ ഏതൊക്കെ വരിക, എക്സ് എക്സും വരും, ഐ ജി വൈയും വരും അല്ലേ. വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഒരു ഡയറക്ഷനിൽ സിമെട്രി ഉണ്ട്, ഒരു ഡയറക്ഷനിൽ സിമെട്രി ഉണ്ട് സെമി സർക്കിളിലെ, അത് ഈ ആക്സിസ് ആണ് അല്ലേ. അതുകൊണ്ട് സെൻട്രോയിഡ് ഇതിലൂടെ ആവും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ എന്താണ്, നേരെ ഫുൾ സർക്കിളിൻ്റെ പകുതി തന്നെയായിരിക്കും ഐ ജി വൈക്കും ഐ എക്സ് എക്സിനും. കാരണം എന്താ, ഇത് കറക്റ്റ് സെൻട്രലിലുള്ള ആക്സിസ് ആണല്ലേ. ഓക്കെ, സർക്കിൾ ഇത്രയും കൂടി ഉണ്ടായിരുന്നെങ്കിലും ഈ ആക്സുകൾ അത് തന്നെയാണ്. ഓക്കെ, സർക്കിൾ ഭയങ്കര പകുതിയായപ്പോൾ വാല്യൂസും പകുതിയായി. ദാറ്റ് ഈസ് π/128 d⁴, 64ൻ്റെ പകുതി, π/128 d⁴. ഇതിനെ റേഡിയസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 0.393 r⁴ എന്നുള്ള വാല്യൂ വരും. 0.393 r⁴. ഇതും കൂടെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, കാരണം ചിലപ്പോൾ ഈ രീതിയിൽ ചോദിക്കും, നമുക്ക് എക്സാമിന് ഇത് കൺവേർട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. സോ 0.393 r⁴ അല്ലെങ്കിൽ π/128 d⁴. π/128 d⁴ എന്ന് പറയാൻ കാരണം സർക്കിളിൻ്റെ നേർ പകുതി. ആക്സുകൾ ശ്രദ്ധിക്കണം, ഈ വാല്യൂ എപ്പോഴൊക്കെയാണ്, എക്സ് എക്സും ജി വൈയും നേരെ പഴയ ആക്സ് തന്നെ. എക്സ് എക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആക്സസ് അല്ലേ. ഈ കേസിലായപ്പോൾ എക്സസ് ആവാൻ കാരണം സെൻട്രോഡ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇതിനെ എക്സ് എക്സ് ഡിനോട്ട് ചെയ്തു അല്ലേ. വൈ വൈ ഇത് സെയിം ആക്സസാണ്, ഇതേ ആക്സസ് സർക്കിൾ പകുതി ആയപ്പോൾ ഈ വാല്യൂവും പകുതിയായി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജി എക്സ് ആണ്. ജി എക്സിലെ വാല്യൂ ആണ് നമുക്കറിയേണ്ടത്. ഐ ജി എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രോഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്, ഏത്, പാരലൽ ടു എക്സ്. ഓക്കെ, സോ ഐ ജി എക്സ് അതിൻ്റെ വാല്യൂ ആണ് 0.11 r⁴, 0.11 r⁴, 0.11 r⁴, 0.11 r⁴. ഇത് പ്രത്യേകം പഠിച്ചു വെക്കുക, 0.11 r⁴. ഇനി ഇതിൻ്റെ കേസ് ഇതേ സാധനം തന്നെ നമുക്ക് ക്വാർട്ടർ സർക്കിളിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ക്വാർട്ടർ സർക്കിളിന് വരുമ്പോൾ എന്താണ്, ഒരു സിമെട്രിക്കൽ ആക്സിസും ഇല്ല, രണ്ടും ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഒരു സിമെട്രിക്കൽ ആക്സും ഇല്ല. സോ ഈ ഡിസ്റ്റൻസും 4r/3π, ഈ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 4r/3π നമ്മൾ നേരത്തെ ഡിനോട്ട് ചെയ്താണ് അല്ലേ. ഇനി എന്ത് വരും, ഐ എക്സ് എക്സ് വിൽ ബി ഈക്വൽ ടു ഐ വൈ വൈ. ഇവിടെ എക്സ് എക്സും വൈ വൈയും എന്താണ്, ഇതാണ്, ഈ ആക്സ് ആണ് എക്സ് എക്സും വൈ വൈയും. ഐ എക്സ് എക്സും വൈ വൈയും സെൻട്രോഡിലൂടെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ജി എന്ന ടേം ഉപയോഗിക്കും. സോ ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെയും പകുതി അല്ലേ. സോ π/128ൻ്റെ പകുതി, 128ൻ്റെ പകുതി 256 അല്ലേ, അതിൻ്റെയും പകുതി 128ൻ്റെ π/128ൻ്റെ പകുതി π/256, π/256 d⁴. ഓക്കെ, അപ്പോൾ ഐ എക്സ് എക്സ് വിൽ ബി ഈക്വൽ ടു ഐ വൈ വൈ. ഇനി നമുക്ക് വേണ്ടത് ജി എക്സും ജി വൈയും ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കാൻ എളുപ്പമാണ്, 0.055 r⁴ ആണ്, അതായത് ഈ 0.11ൻ്റെ പകുതി. ഓക്കെ, ഐ ജി എക്സ് ഈക്വൽ ടു ഐ ജി വൈ ഈക്വൽ ടു 0.055 r⁴. ഓക്കെ ആണല്ലോ, 0.055 r⁴. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ട്രയാങ്കിൾ ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബേസ് ബി ആൻഡ് ഹൈറ്റ് എച്ച് ഉള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസ് നമുക്കറിയാം, സെൻട്രോഡ് എവിടെ പാസ് ചെയ്യുക, ഇവിടെ നിങ്ങോട്ട് ഡിസ്റ്റൻസ് h/3, ഈ ഡിസ്റ്റൻസ് b/3, ഇങ്ങനെയുള്ളൊരു പോയിൻ്റാണ് ഇവിടുത്തെ സെൻട്രോഡ്. അതിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ജി എക്സ് ആൻഡ് ജി വൈ. ഐ ജി എക്സ് വിൽ ബി ഈക്വൽ ടു bh³ / 36 ആൻഡ് ഐ ജി വൈ വിൽ ബി ഈക്വൽ ടു hb³ / 36. ഇവിടെ ശ്രദ്ധിക്കുക, ആക്സിസ് ഏതാണോ അതിന് പെർപെൻഡിക്കുലർ വരുന്ന ഡയമെൻഷനാണ് ക്യൂബ് വരിക. ഇവിടെ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ എച്ച് ആണ്, അതുകൊണ്ടാണ് എച്ചിന് ക്യൂബ് വന്നത്. വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് ബി ആണ്, അതിനാണ് ക്യൂബ് വന്നത്. സോ ഐ ജി എക്സ് വിൽ ബി ഈക്വൽ ടു bh³ / 36 ആൻഡ് ഐ ജി വൈ വിൽ ബി ഈക്വൽ ടു hb³ / 36. ഇവിടെയും നമുക്ക് ബേസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള bh³/12, bh³/12 ബേസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ് ആക്സിസ്. ഓക്കെ, അത് നിങ്ങൾക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നല്ലത്. ഈ വാല്യൂസ് എല്ലാം കൂടി ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വാല്യൂസ് ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രം, bh³/12. ഇനി നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ഈക്വൽ സൈഡുള്ള ട്രയാങ്കിളാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്.
അല്ലേ? ഈക്വൽ സൈഡുള്ള ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ എന്താണ് ഒരു സിമെട്രിക്കൽ ആക്സിസ് ഉണ്ടല്ലേ, അതാണ് ജി വൈ. ഇനി ഇത് സിമെട്രിക്കൽ അല്ല. ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു h/3. ഓക്കെ, h/3. h/3. ഈ h/3 ഡിസ്റ്റൻസിലുള്ള ഒരു ആക്സിലൂടെ പാസ് ചെയ്യുന്ന IGX വിൽ ബി ഈക്വൽ ടു BHQ/36 തന്നെ. IGY വിൽ ബി ഈക്വൽ ടു HBQ/36. ഇവിടെ എച്ചിലും എന്താ പിന്നെ തമ്മിലുള്ള മാറ്റം? ബി എന്ന് പറയുന്നത് ഈ ലെങ്ത്ത് ഫുള്ളുണ്ട്, അത് മാത്രമാണ് മാറ്റം. BHQ മറ്റേ കേസിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ബി എന്ന് പറയുന്നത് ഈ ഡയമെൻഷനും എച്ച് എന്ന് പറയുന്നത് ഹൈറ്റുമാണ്. ഓക്കെ, ഇനി ഇതാണ് ജനറലായിട്ട് വരുന്നത് നമുക്ക് റെക്റ്റാങ്കിൾ, സർക്കിൾ, അതുപോലെ തന്നെ സെമി സർക്കിൾ, ക്വാർട്ടർ സർക്കിൾ, ദെൻ ട്രയാങ്കിൾ. ഓക്കെ, ഇനി വളരെ റയറായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോഡൽ ആക്സിസ് എക്സും വൈയും. ഓക്കെ, 5√3a⁴/16. 5√3a⁴/16 അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും സാന്ദർഭികമായിട്ട് ഉൾപ്പെടുത്തിയതാണ് 5√3a⁴/16. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ടേമാണ് നമ്മൾ പറഞ്ഞതാണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ വാല്യൂസും കൂടി നമുക്കറിയാം. സർക്കിളിൻ്റെ കേസിൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, വാല്യൂ നമുക്ക് ബൈ ഹാർട്ടഡ് ആയിരിക്കും. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കിൾ. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കിൾ. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കിൾ. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ കേസിൽ ഡയമീറ്റർ ഡി ഉള്ളൊരു സർക്കിൾ അല്ലേ, അതിൻ്റെ IXXും IYYയും നമുക്കറിയാം അല്ലേ. π/64 d⁻⁴. π/64 d⁻⁴. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സ് ആണ് IZZ. അതിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. IZZ ആണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അത് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രകാരം എന്താണ്? IXX പ്ലസ് IYY. സോ എന്ത് വരും? IXXും IYY ഈക്വൽ ആണ്. സോ 2 times π/64 d⁻⁴. അതെന്താ അർത്ഥം? എന്ത് വരും? π/32 d⁻⁴. ഈ വാല്യൂടെ നമുക്ക് ബൈ ഹാർട്ടഡ് ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രം. IZZ ഈക്വൽ ടു π/32 d⁻⁴. π/32 d⁻⁴. ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ്. അപ്പോൾ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ? ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് പറഞ്ഞു. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യക്ക് ഉണ്ടാകുന്ന രണ്ട് പേരുകൾ, മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ. ഇന്ന് ജനറൽ ഇൻ്റഗ്രൽ ടേം പറഞ്ഞു y² dA ആൻഡ് ഇൻ്റഗ്രൽ x² dA. പിന്നെ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ തന്നെ വേറൊരു പാർട്ട് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയെ കുറിച്ച് പറഞ്ഞു. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും ഏരിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും നമ്മൾ നോർമലി പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. നോർമലി പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സെയിം പ്ലെയിനിൽ തന്നെ, ആ പ്ലെയിനിൻ്റെ അതേ പ്ലെയിനിലുള്ള ആക്സിന് ഉള്ള ബേസ് ചെയ്തിട്ടാണ്, ആ പ്ലെയിനിൽ തന്നെ കിടക്കുന്ന ആക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് നമ്മൾ സിംപ്ലി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആക്സിലുള്ളതാണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറഞ്ഞു. ജനറലായിട്ട് വരുന്ന കുറച്ച് ക്രോസ് സെക്ഷൻസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻസും ഡിസ്കസ് ചെയ്തു. ഓക്കെ.